ഗുജറാത്തിൽ ഇത് 243 പ്രവൃത്തി ദിവസമാണുള്ളത്. ഗുജറാത്തിൽ. ഉത്തർപ്രദേശിൽ 233 പ്രവൃത്തി ദിവസമാണുള്ളത്. കർണാടകത്തിൽ 244 പ്രവൃത്തി ദിവസമാണുള്ളത്. ആന്ധ്രാപ്രദേശിൽ 233 പ്രവൃത്തി ദിവസമാണുള്ളത്. ഡൽഹിയിൽ 220 എന്നീ പ്രകാരമാണ് പ്രവൃത്തി ദിവസങ്ങളുള്ളത്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തതിനേക്കാൾ കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ ഈ പങ്കെടുത്ത സംഘടനകളെ ബോധ്യപ്പെടുത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. വേണ്ടി വന്നാൽ അടുത്ത അക്കാഡമിക് ഇയറിൽ പരാതികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നൽകിയാൽ ആ സമയത്ത് അപ്പോൾ നമുക്ക് അന്നത്തെ സാഹചര്യം വെച്ച് നമുക്ക് പരിശോധിക്കാം. പരിശോധിക്കുമെന്ന് പറയുമ്പോൾ കോടതി വിധിയുണ്ട്, നിയമങ്ങളുടെ ഭേദഗതിയുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം കൂടെ അടുത്ത വർഷം പരിശോധിക്കുന്നതിൽ ഗവൺമെൻറ്റിന് ഒരു വ്യത്യസ്തമായ അഭിപ്രായമില്ല. പക്ഷേ ഇപ്പോൾ എടുത്ത തീരുമാനവുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ എടുത്ത തീരുമാനം എന്താ? 15 രാവിലെയും 15 വൈകുന്നേരം അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. അല്ല, നമുക്ക് ഒരു ജനാധിപത്യ സംവിധാനമാണല്ലോ. നമ്മൾ ഒരിക്കലും ആരോടും ചർച്ച ചെയ്യില്ലെന്നോ പിന്നെ അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റില്ലല്ലോ. അല്ല, കോടതിയിൽ പോകണമെന്നോ അല്ല, അത് അവർ പോട്ടേതോ? പരാതിയുള്ളവർക്ക് വേണമെങ്കിൽ കോടതി പോവാം. അതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, അങ്ങനെയൊന്നും ഉറപ്പ് കൊടുത്തിട്ടില്ല. അല്ല, അതൊന്നുകൂടെ വ്യക്തമാക്കാം. നമ്മളൊരു ജനാധിപത്യ സംവിധാനമാണല്ലോ. ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അവരുമായി ചർച്ച ചെയ്യുന്നു. നമ്മൾ പിന്നെ ഇത് ഒരു കാലഘട്ടത്തിലും ലോകം അവസാനിക്കുന്നവരെ ഈ വിഷയത്തെ ചർച്ച ചെയ്യില്ല എന്നൊരു നിലപാടെടുക്കാൻ പറ്റില്ലല്ലോ. അടുത്ത അക്കാഡമിക് ഇയറിൽ ഇതൊരു വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നമാണ്. അടുത്ത അക്കാഡമിക് ഇയറിൽ ഈ പ്രശ്നമല്ല, ഇനി വേറെ ഏതെങ്കിലും പിന്നെ പ്രശ്നം ചർച്ച ചെയ്യാൻ കൊണ്ടുവന്നു കഴിഞ്ഞാലും വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നമാണെങ്കിൽ ചർച്ച ചെയ്യും. ഇത് മാത്രമല്ല, ഏത് വിഷയമാണോ ചർച്ച ചെയ്യാം. അതെ, അതുകൊണ്ട് അങ്ങനെ തന്നെയല്ലോ ആദ്യമേ പറഞ്ഞല്ലോ. ഗവൺമെൻറ് നിലപാടെല്ലാം നന്നായി പറഞ്ഞവരെ മനസ്സിലാക്കിച്ചു. അത് അവരോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. അവർക്ക് ഇത്രയും ദിവസം ബോധ്യപ്പെടാത്തതുകൊണ്ടാണല്ലോ അവർ ചർച്ചയ്ക്ക് വരികയും ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിരുന്നത്. ഞാൻ നമ്മുടെ നിലപാട് പറഞ്ഞു, ബാക്കി ഇനി അവരോട് ചോദിക്കുക. അവർ മാത്രമല്ല, ബാക്കി ഞാൻ പറഞ്ഞ CMSകാരുണ്ട്, KPS MAക്കാരുണ്ട്, എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഉണ്ട്, മദ്രാസ ബോർഡുണ്ട്, അവരെല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെ ഒരു ഉപാധിയൊന്നും വച്ചിട്ടില്ല. അങ്ങനെ വച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇവിടെ പറയാൻ പറ്റുന്ന ഉപാധികളായിരിക്കില്ല. അവർക്ക് പക്ഷെ ബോധ്യപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വർഷം അതൊക്കെ നമ്മുടെ അഭിപ്രായങ്ങൾ ഓരോരുത്തരും ഓരോ വാക്കിനും ഓരോ സെൻറ്റൻസിനും നമ്മൾ എന്തിനാണ് അവരുടെ അഭിപ്രായം പറയുന്നത്? അല്ലല്ല, കോടതി അങ്ങനെ പറഞ്ഞില്ല. ഇനിയിപ്പോൾ സുപ്രീം കോടതി പോയി ഈ കോടതിക്ക് നാളെ തള്ളിയാൽ കോടതി വിധി ഏതെങ്കിലും ഒരു കാലഘട്ടത്തേക്കൊന്നും പറയാൻ പറ്റില്ല. സുപ്രീം കോടതിയുടെ തീരുമാനം വരുന്നത് വരെ കോടതി വിധി ഇങ്ങനെ മറിയും തിരിഞ്ഞിരിക്കും. ഇപ്പം നിലവിൽ ഗവൺമെൻറ് എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്.